ആദ്യത്തെ കുട മാറ്റിയിരിക്കുന്നത്. 14 ആനകൾ കടും പച്ച നിറത്തിലുള്ള കുടകൾ ഉയർത്തിയപ്പോൾ നടുവിലുള്ള ഗജകേസരി ആ ചുവന്ന നിറത്തിലുള്ള കുട ഉയർത്തിയിരിക്കുന്നു. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ ഹരിതാപമായ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ഹരിതാപമായ കുട ഉയർത്തി തിരുവമ്പാടി കുടമാറ്റത്തിന് ഉയർന്നു കഴിഞ്ഞു. അത് ആലവട്ടങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ആ മുത്തുക്കുടകൾ നിവർന്നു നിൽക്കുമ്പോൾ, വെഞ്ചാമരങ്ങളും ആലവട്ടവും ഉയർന്നു നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് ആ കാഴ്ചയ്ക്ക്. ആ പച്ചക്കുടകൾ, അതിൻ്റെ നടുക്കൊരു ചുവന്ന കുട, അതാ വെഞ്ചാമരങ്ങൾ പതുക്കെ താഴുന്നു. ആലവട്ടങ്ങൾ അതിൻ്റെ താളത്തിൽ ഇനി താഴും. അല്ല, അതിനോടൊപ്പം തന്നെ ഈ കുടകൾ മാറുന്നതിനൊപ്പം തന്നെ ഉള്ള ജനങ്ങളുടെ ഹർഷാരവം, ആർപ്പുവിളികൾ, ആനന്ദമായി അവർ കൈകൾ ഉയർത്തിക്കൊണ്ടുള്ള അവരുടെ പൂരലഹരിയിൽ അവർ അലിഞ്ഞു ചേരുന്നതിൻ്റെ ആ ശബ്ദവിസ്മയമൊക്കെ ഈ പൂരത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇപ്പോഴെന്തായാലും ചുവന്ന കുടകൾ, സ്വർണ്ണ നിറത്തിലുള്ള അലുക്കുകളോട് കൂടിയിട്ടുള്ള കുടകളാണ് ഇപ്പോൾ തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്നത്. മറുപടി എന്താകും? നമുക്ക് കാത്തിരിക്കാം. വന്നിരിക്കുന്നു. വീണ്ടും കുട മാറി. തിരുവമ്പാടിക്കാർ വീണ്ടും അവര് വാശിയില്ല. അതെന്താ അറിയില്ല രഞ്ജിത്തെ, നേരത്തെ പാറമേക്കാവ് ഇറങ്ങുന്ന സമയത്ത് 4 കുട മാറിയല്ലോ. ഞങ്ങൾ പെട്ടെന്ന് പരിപാടി കൊടുക്കാന്ന് പറയണത്. ആളുകൾ കാത്തു നിൽക്കുകയാണ്. വീണ്ടും മാറി. പച്ചയ്ക്ക് പച്ച തന്നെയാണ് മറുപടി. പച്ചയ്ക്ക് പച്ച തന്നെയാണ് മറുപടി. ആദ്യം തിരുവമ്പാടി ഒരു പച്ച ഉയർത്തി, മറുഭാഗത്ത് ഇതാ പാറമേക്കാവും പച്ച തന്നെ ഉയർത്തിയിരിക്കുന്നു. കൂടിയ പച്ച. അതെ അതെ, ഏറ്റവും ഭംഗിയുള്ള സ്വർണ്ണവർണ്ണമണിഞ്ഞ അലുക്കുകളുള്ള പച്ചക്കുട തന്നെ ഉയർത്തിയാണ് പാറമേക്കാവ് ഇപ്പോൾ നിൽക്കുന്നത്. മറുവശത്ത് തിരുവമ്പാടിയാകട്ടെ ആദ്യം പച്ച ഉയർത്തി, അതിന് പിന്നാലെ മറ്റൊരു കുടയിലേക്ക് കൂടി കടന്നു. സായന്തന തൃശ്ശൂരിന് എന്തൊരു ഭംഗിയാണ് അല്ലേ ലോകത്ത് വേറെയോടെ. ആ അവസാനത്തെ സൂര്യന്റെ വെളിച്ചം വരികയാണ്, അത് ഈ കുടകളിൽ തട്ടി പ്രകാശിക്കും. എന്ത് സുന്ദരമായ കാഴ്ച! ഈ കാഴ്ച കാണാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലെങ്കിലും തൃശ്ശൂർ പൂരത്തിന്റെ ഈ പറമ്പിലൂടെ, ഈ ഇടവഴികളിലൂടെ, ഈ ആനകൾക്കിടയിലൂടെ ഒന്നും നടക്കാതെ, ഈ കാഴ്ച ഒരിക്കലും കാണാതെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ തൃശ്ശൂർക്കാർ. കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ഇതുപോലൊരു സായാഹ്നമുള്ള മറ്റേതെങ്കിലും ഒരു നഗരമുണ്ടോ? ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാഴ്ച അടുത്തത് പാറമേക്കാവിന്റെ ചുവന്ന നിറത്തിലുള്ള കുടകളാണ്. ചുവന്ന നിറത്തിലുള്ള സ്വർണ്ണ നിറത്തിന്റെ അലുക്കളോട് കൂടിയിട്ടുള്ള ആൾക്കൂട്ടത്തിന്റെ ആരവം ഒന്ന് നോക്കൂ. ഓരോ കുടകൾ മാറുമ്പോഴും അവരുടെ ആരവം ഒന്ന് നോക്കൂ. അവരുടെ ആരവം കൂടെ സ്വാഭാവികം. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. നമുക്ക് എന്തെങ്കിലും ഒരു മോഹിച്ച് മാസങ്ങളോളം, വർഷങ്ങളോളം നമ്മൾ കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടനം അവൻ്റെ ശബ്ദത്തിലൂടെ, അവൻ്റെ കൈകൾ ഉയർത്തുന്നതിലൂടെ, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപാധികൾ എടുത്ത് ഉപയോഗിക്കും. അതാണിപ്പോൾ നാം ഇവിടെ കാണുന്ന ഓരോ കുടകളും. മതിമറക്കുക എന്ന് പറയുന്നതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള കാഴ്ചയാണ്. മതിമറക്കുക, അവനവനെ മറക്കുക, മനുഷ്യർ സ്വയം മറന്ന കാഴ്ച. സ്വയം മറക്കാൻ, സ്വയം മറന്ന് ആനന്ദിക്കാൻ, തൻ്റെ ദുഃഖങ്ങൾ മറക്കാൻ, തൻ്റെ വേദനകൾ മറക്കാൻ, തൻ്റെ നഷ്ടങ്ങൾ മറക്കാൻ, തനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ ദുഃഖങ്ങളും മറന്ന് ഒരു മണിക്കൂർ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് പൂരപ്രേമികളെ കൊണ്ട് ജനസാഗരമായി മാറിയിരിക്കുന്നു തെക്കേഗോപുര നട. ഇപ്പോൾ അടുത്ത കൂടെ എന്താകുമെന്ന് ആകാംക്ഷ. അതാ വന്നിരിക്കുന്നു അടുത്ത കുട, നീലക്കുട. ഇളം ആകാശ നീലിമയിലുള്ള മറുപടിയാണ് ആര് നൽകിയിരിക്കുന്നത്? തിരുവമ്പാടി നൽകിയിരിക്കുന്നത് ആകാശ നീലക്കുട. മറുവശത്ത് കടുംനീലക്കുട, തൊട്ടിപ്പുറത്ത് തിരുവമ്പാടിയുടെ ആകാശനീലിമയുള്ള കുട. എന്തായാലും ഒരു ദൃശ്യമനോഹാരിതയുടെ, ഇതൊക്കെ സാധാരണ രീതിയിലുള്ള കുടകളാണ്. അതിനൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ അലുക്കുകൾ, ഗണപതിയുടെ ചിഹ്നമുള്ള അല്ലേ, ഗണപതിയുടെ പാറമേക്കാവിന്റെ കുടകളാണ്. ഓരോ പ്രത്യേകതകളുണ്ട്. പക്ഷേ ഇതിനൊക്കെ മറ്റു പ്രത്യേകത, അതായത് തട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് മറ്റ് വർണ്ണങ്ങളുടെ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷെ അത് വരുന്ന കുടകളിൽ അതൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഏതായാലും മേളം പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ആളുകളും ആവേശത്തിലാണ്, ആനകളും ആവേശത്തിലായി. അതോടൊപ്പം കുടകൾ മാറി വരുന്നു. ഒപ്പം നമ്മളും ആവേശത്തിലായി. മാറ്റത്തിനൊപ്പമുള്ള താളം ഉണ്ടല്ലോ, അതൊന്ന് ആസ്വദിക്കേണ്ടതാണ്. രക്ഷകർ അതൊന്ന് ആസ്വദിക്കട്ടെ. അതെ, അടുത്ത നേരം മേളം കൂടി ആസ്വദിക്കാൻ അവസരം കൊടുക്കാം.